ഈ സംഭവം അറിഞ്ഞ ഉടനെ അന്ന് രാവിലെ തന്നെ ഡൽഹിയിലെ പാർലമെൻറ്റിനകത്ത് പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഈ വിഷയം റേസ് ചെയ്തിരുന്നു. അവിടെ വളരെ ശക്തമായിട്ട് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ഉടനടി കേന്ദ്ര സഹായം എത്തിക്കുകയും ചെയ്യണം. സഹായം മാത്രമല്ല അവരുടെ മിലിറ്ററി ഫോഴ്സുമെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അതിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്നുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ വയനാട്ടിലുണ്ടായിരുന്നു. അവിടെ നമ്മുടെ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചോരമലയിലും ഉണ്ടായിരുന്നു. ഇവിടെയും കണ്ടു. വളരെ ചങ്ക് പൊട്ടുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭാഗ്യവശാൽ ഇവിടെ ആൾനാശം എന്ന് പറയുന്ന ഒരാൾ വളരെ നിർഭാഗ്യവശാൽ മരണമടഞ്ഞവർ മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനം മുഴുവൻ ജനങ്ങളും ഈ ദുഃഖത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന് റിക്കവറി ചെയ്ത് റിലീഫ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായും വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് തിരിച്ചു പോകാനൊരു സ്ഥലമില്ല. ആ വീടാണ് ഏറ്റവും പ്രധാനം. അതുപോലെ കുട്ടികളുടെ പഠനം. ഈ രണ്ട് ഭാഗം മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്കറിയാം, ചികിത്സയുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ രണ്ട് ഭാഗം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതൊരു ലോങ് ടേമോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗം വയനാട്ടിലുണ്ടായിരുന്നു. ഞാൻ ആ സർവകക്ഷി യോഗത്തിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുകയുണ്ടായി. ഇവിടെ വരുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതിന് തിരിച്ച് ഡൽഹി പോകുമ്പോഴും സംസ്ഥാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം സഹായം എത്തിക്കാവുന്ന എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സമയമുണ്ട്.